അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല വെള്ളത്തിൻ്റെ അംശം കൂടി ഈ പ്രായമായ ആളുകളിൽ എല്ലാ ടിഷ്യൂലും കുറയും. അവരുടെ സ്കിന്നും ഒക്കെ നമുക്കറിയാലോ, സ്കിന്നൊക്കെ അവരിങ്ങനെ ചുളിഞ്ഞു വരും. അപ്പോൾ അത് എഗെയിൻ ഈ കൊളാജനും വെള്ളം കുറയുന്നത്. അപ്പോൾ ഇതന്നെയാണ് അവരെ വേദനകളിലേക്കും നയിക്കുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് മുട്ടുവേദന ആയിരിക്കും പറയും. ഡോക്ടർ ഒ പി തന്നെ ഒരുപക്ഷെ സ്ത്രീകൾ കുത്തിച്ചുളർക്കുക, തരിപ്പ്, അങ്ങനത്തെ കുറേ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടല്ലോ. ഇത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലുണ്ടാവുക എന്ന് ഒന്ന് പറഞ്ഞ്, സ്ത്രീകൾക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കഷനായി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഇപ്പോഴും ഉള്ളത്. നമ്മുടെ ആളുകളിൽ ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരിക്കൽ പോലും അറിയാത്ത, മനസ്സിലാക്കാത്തൊരു ഫീലിങ്സാണ് വേദന. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വേദനയുടെ വില. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജായി, കുറച്ച് പ്രായമായ ആളുകളിൽ, അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളിലൊക്കെ വേദന കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ പറയാറുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഏതൊക്കെ വേദനകളാണ് സാധാരണ ഈ ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് എന്നതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ജസീൽ കെ ആണുള്ളത്. ഇൻഷാ അല്ലാഹ്. ഡോക്ടറെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്ലാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ വേദനകളെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നുണ്ടാകുന്ന വേദനകൾക്കുള്ള ചെറിയ പരിഹാരങ്ങളും എല്ലാ കുറച്ച് ടിപ്പുകളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പ്രായ ആളുകളിൽ അവർ വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റാറില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, കാരണം പറയാറുള്ളത് വേദനയാണ്. ഇന്നലെ ഇപ്പോൾ എനിക്ക് ആരാധനകൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വേദന കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്. ഈ പ്രായമുള്ള ആളുകളിൽ ഈ വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ് അതിനുള്ള പരിഹാരം? സാധാരണ വേദന വരുമ്പോൾ ശരിക്ക് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയുന്നതാണ് നമ്മൾ കാണാം പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവർ വേഗം ഒരു മരുന്നിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ വേദനയും അതിൻ്റെ പരിഹാരങ്ങളും ഒന്ന് ഡോക്ടർ എന്ന് പറയാമോ? എന്തായാലും വാർദ്ധക്യം നമുക്ക് തടയാൻ പറ്റുന്നൊരു സംഗതിയല്ല. അപ്പോൾ വാർദ്ധക്യത്തിൽ വേദനകൾ സ്വാഭാവികമാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർദ്ധക്യം വരുമ്പോൾ നമ്മളെ ഈ കൊളാജൻ കുറയും. അതായത് നമ്മളെ ഈ ലിഗമെൻറ്റ്, ടെൻഡൻ എന്നൊക്കെ പറയില്ലേ, പാടകൾ, ഈ മസിലിൻ്റെ അറ്റങ്ങളാണത് വരിക. അവിടെ നമുക്ക് ഈ പറയുന്ന സംഗതികൾ സ്വാഭാവികമായിട്ടും കുറയും. കുറയും മാത്രമല്ല, കോശങ്ങൾ നശിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ തിരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ തോത് കുറയും. അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല വെള്ളത്തിൻ്റെ അംശം കൂടി ഈ പ്രായമായ ആളുകളിൽ എല്ലാ ടിഷ്യൂലും കുറയും. അവരുടെ സ്കിന്നും ഒക്കെ നമുക്കറിയാലോ, സ്കിന്നൊക്കെ അവരിങ്ങനെ ചുളിഞ്ഞു വരും. അപ്പോൾ അത് എഗെയിൻ ഈ കൊളാജനും വെള്ളം കുറയുന്നതാണ്. അപ്പോൾ ഇതന്നെയാണ് അവരെ വേദനകളിലേക്കും നയിക്കുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് മുട്ടുവേദന ആയിരിക്കും പറയാം. അപ്പോൾ ഈ മുട്ടുവേദനയിൽ നമ്മൾ ഈ തേയ്മാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നം കൊണ്ട് മുട്ടിൻ്റെ ഉള്ളിൽ മുട്ടിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് ബെയറിങ് ജോയിൻ്റാണ്. അപ്പം നമ്മുടെ ശരീരം എത്ര വെയിറ്റ് ഉണ്ടോ അത് കുറേ സമയം നിന്നാൽ നമ്മൾ അവിടെയാണ് അതിനെ വഹിക്കുന്നത്. നടുവിൻ്റെ അവസ്ഥ തന്നെയാണ്, നമ്മൾ നട്ടെല്ലിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അധികം നിൽക്കുന്നത് ഒഴിവാക്കുക. നടത്തം ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല, കാരണം നടക്കുന്ന സമയത്ത് നമ്മൾ ഡൈനാമിക്കാണ് ശരീരം. ആ വെയിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നൃത്തം ഇങ്ങനെ ഒഴിവാക്കുക, കുറേ സമയം നിൽക്കുന്നത് ഒഴിവാക്കിയാൽ നല്ലതാണ്. പ്രത്യേകിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടി കയറി ഇറങ്ങാം. ഒരു 70 കിലോ ഉള്ള ഒരാൾ സ്പീഡിൽ കയറുകയാണെങ്കിൽ അയാളെ മുട്ടിൽ 70 കിലോ അല്ല, അത് ചിലപ്പോൾ 100 കിലോ അല്ലെങ്കിൽ 90 കിലോ ആണ് അവിടെ വരുന്ന ഇമ്പാക്റ്റ് ഫോഴ്സ്. ഒരു സമയത്ത് സ്പീഡിൽ ഇറങ്ങിയാലും ഇതന്നെ സംഭവിക്കുന്നത്. ആ വെയിറ്റിനേക്കാളും കൂടുതൽ ഫോഴ്സ് വരികയാണ്. അപ്പം അത് മുട്ടിൻ്റെ വേദന ഉള്ളവർ ഈ പരമാവധി പടി കയറി ഇറങ്ങൽ ഒഴിവാക്കുക. ഇനി ചെയ്യുകയാണെങ്കിൽ പതുക്കെ ചെയ്യുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസിൽസ് വീക്കായി തുടങ്ങും പ്രായമാകുമ്പോൾ. ഏകദേശം 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മസിൽ വീക്കായി തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുക.
ഇപ്പോൾ പ്രായമായ ആളുകളിൽ തന്നെ ഇപ്പോൾ നമ്മളെ അടുത്ത് വരുന്ന രോഗികളിൽ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, അവരിൽ ആ വ്യത്യാസം കാണാനുണ്ട്. അവരിൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷനും ഈ കൊളാജൻ നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു പരിധി വരെ അവർക്ക് തടയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ വാർദ്ധക്യം തടയാൻ പറ്റില്ലെങ്കിലും കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല അവർ കുറേ കൂടി മെൻ്റലി അവർ ആക്റ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് അതിന് നമ്മൾ ഒരുപാട് ജിമ്മിൽ പോയി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഓടാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒരു മസിൽ ആലോചിക്കരുത്, നമ്മൾ ഹാർട്ടും നമ്മൾ ശരീരം മൊത്തം ആലോചിക്കണം. പിന്നെ ഉറക്കം ഇല്ലെങ്കിൽ വേദന കൂടും, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ അമിതമായിട്ട് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഈ സ്ട്രെസ്സ് ഒഴിവാക്കുക, അത് ചെറുപ്പക്കാരും ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രായമായ ആളുകളിൽ ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത പ്രശ്നത്തിലൊക്കെ ആവുക ഒരു സ്ട്രെസ്സ് വരിക. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഈ നമ്മൾ CAൻ്റെ ഒക്കെ കാലത്ത് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് മുട്ടുവേദന കൂടിയ ഒരാളൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരം സംഗതികൾ നമ്മൾ ആവശ്യമില്ലെങ്കിൽ വെറുതെ അതിൽ അങ്ങനെ അപ്പോൾ ഒന്നിക്കെ നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം സ്ട്രെസ്സ്, ഉറക്കം ഇതെല്ലാം ബാധിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഓയിൻമെൻറ്റുകൾ ഉപയോഗിക്കാം, ചൂട് തണുപ്പ് പിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. ചൂട് പിടിച്ചാലൊക്കെ വേദന കുറയും, റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയോ. പ്രായമായ ആളുകൾക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്നതാണ് വേദനകൾ. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ ഡോക്ടർ എക്സസൈസുകൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു കിടക്കുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് കിടപ്പിലുള്ള ആളാണെങ്കിൽ അവർക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ? ഉണ്ട്. കിടക്കുന്ന ആളുകൾക്ക് പൊതുവേ ഈ പറഞ്ഞ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ പറയലുള്ള സാധ്യത കുറവാണ്, നേരത്തെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ കിടന്നുകൊണ്ട് ഇപ്പോൾ കാലിൻ്റെ ഈ തൊടൻ്റെ മസിലുകളെ സ്ട്രെങ്തനിങ് ചെയ്യുക. അപ്പോൾ ഒരു ടർക്കി റോൾ ചെയ്തിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് അമർത്തുക, അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് കൈയായിരിക്കും. അപ്പം ഈ സ്ട്രോക്ക് വന്ന അങ്ങനത്തെ കൈയല്ല, അതിനും നമ്മൾ എന്ത് ചെയ്യുക, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സസൈസ് ചെയ്താലേ പിന്നീട് ആ കൈയിൻ്റെ ബലം കുറച്ചെങ്കിലും ഉള്ളത് നിലനിർത്താനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനോ കഴിയുള്ളൂ. അപ്പം കൈയിനെ ബലപ്പെടുത്താനുള്ള ചെറിയ ഡംബലുകൾ, പിന്നെ ഈ സോഫ്റ്റ് ബോൾ ഇങ്ങനെ അമർത്തിയിട്ട് ഫിംഗർ മസിൽസിൻ്റെ എക്സസൈസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഭക്ഷണത്തിൽ ഇവർ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഭക്ഷണത്തിൽ ഇല്ല, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം അമിതമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കാൻ നോക്കണം. അതൊരു പ്രധാന ഘടകമാണ്. ഈ പ്രായമാകുമ്പോൾ നമ്മളെ ഒരു നാടിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പം ചെറുപ്പക്കാർ മാറി തുടങ്ങി, പക്ഷേ പ്രായമുള്ള ആളുകൾ ഒരു പക്ഷേ ഇപ്പോഴും ആ ഒരു കൂടുതൽ അരി ഭക്ഷണം അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക. അതും വല്ലാതാവാൻ അഡ്വൈസ് അല്ല, അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. പക്ഷേ പ്രോട്ടീൻ കുറച്ചും കൂടി കൂട്ടുക. അതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കൊളാജൻ കാര്യങ്ങളൊക്കെ കൂടുക. ഈ കൊളാജൻ മാത്രം സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ചില പ്രായമുള്ളവരിൽ ചിലപ്പോൾ ഡോക്ടർമാർ അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നമുക്കത് പറയാൻ കഴിയില്ല. നോക്കിയിട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന വേദനകൾ, അതിലിപ്പോൾ ഡോക്ടർ ഏജായ ആളുകൾക്ക് ഉണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതുപോലെ തന്നെ പ്രായമായ ആളുകളിൽ കാണുന്നതാണ് ബാക്ക് പെയിൻ. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ പറയാറുണ്ട്. അതിനെന്താണ് ഡോക്ടർ വരാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? വന്ന ആളുകൾക്ക് എന്തെങ്കിലും റിക്കവറൻസിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാനുണ്ടോ? ബാക്ക് പെയിൻ ഒരു 95% നമുക്ക് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ എക്സസൈസിൽ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും. അത് ഈ വേദന സംഹാരി മരുന്നുകൾ താൽക്കാലികമാണ്. ചിലപ്പം ബാക്ക് പെയിൻ നിലവിൽ ഉള്ള ഒരാൾ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങിയാലും അവർക്ക് ചിലപ്പോൾ വർഷത്തിൽ 1-2 എപ്പിസോഡ് അത് കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവാം. ആ സമയത്ത് വേദന സംഹാരിയൊക്കെ കൊടുക്കുക എന്നല്ലാതെ അത് അല്ലാത്ത ഘട്ടത്തിൽ അവർ ഈ ബാക്ക് പെയിൻ കുറയാനുള്ള മറ്റ് ചില സപ്ലിമെൻറ്റ്സും മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് എക്സസൈസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ പറ്റും. ഒരു 5% സർജറിയിലേക്ക് പോകേണ്ടി വരും. അത് പ്രായമായവരിൽ പൊതുവെ കുറവാണ്. അങ്ങനെ ഈ ചെറുപ്പം ഉള്ള ആളുകളിലാണ് കൂടുതലും അങ്ങനെ സർജറിയിലേക്ക് പോകുന്നത് കണ്ടുവരാറുള്ളത്.
സ്ത്രീകളിലെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ ഈ ബാക്ക് പെയിൻ ഈ പ്രസവത്തിൻ്റെ സമയത്ത് അവരൊരു പോസ്ചറിൻ്റെ ഒരു വ്യത്യാസം വരും. അവർ വയറ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു സമയത്ത് അവർ ബാക്കിൽ ആ ഒരു വളവ് വരും. ആ സമയത്ത് അവിടെ ഒരു ഇത് വരും. പൊതുവേ ബാക്ക് പെയിനെ പൊതുവേ എല്ലാവരും ഒറ്റ സാധനമായിട്ടൊക്കെയാണ്, ഡിസ്കിൻ്റെ പ്രശ്നമായിട്ടൊക്കെയാണ്. ചിലപ്പോൾ അത് ഡിസ്കിൻ്റെ പ്രശ്നം ആവണമെന്നില്ല. ചിലപ്പോൾ അത് അവിടെയുള്ള ചെറിയ ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ജോയിൻറ്റുകളുണ്ട്, അതിലുള്ള പെയിൻ ആവും. ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ചിലപ്പോൾ കാലിലേക്കും മറ്റൊക്കെ പെയിനായിട്ട് വരും. അപ്പം അതിനും എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ വയറിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേദനകൾ പരിഹരിക്കാൻ പറ്റും. സിസേറിയനാണ് വേറൊരു വലിയ പ്രശ്നം. പലപ്പോഴും ആളുകൾ അതിനെ കണക്ട് ചെയ്യൽ ഇഞ്ചക്ഷൻ വെച്ച സൂചിയുമായിട്ടാണ്. സൂചിയാണ് പ്രശ്നക്കാരെന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് സൂചിയല്ല പ്രശ്നം, ഈ സിസേറിയൻ ചെയ്യുമ്പോൾ വയറ് കീറിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഈ മുന്നിലത്തെ വയറ് വലിയൊരു സപ്പോർട്ടാണ് ഈ ബാക്കിലെ ഈ സ്പൈൻ്റെ നട്ടലിൻ്റെ. അപ്പം അത് സ്ട്രെങ്തനിങ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ് ഉടനെ അതിനെ എക്സസൈസ് ചെയ്യരുത്. കാരണം ആ മസിൽ കൂടി യോജിക്കാനുള്ള സമയം എടുക്കും. പുറത്ത് തൊലി 7 ദിവസം കൊണ്ട് ഉണങ്ങും, പക്ഷെ ഉള്ളിലെ മസിൽ ഉണങ്ങാൻ സമയം എടുക്കും. അപ്പോൾ നേരത്തെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെർണിയ പോലത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ അഗെയിൻ നമ്മൾ യൂട്രസ് കൺട്രാക്ട് ചെയ്ത് അതിനൊരു 38 ദിവസം 40 ദിവസം ഒരു സമയം എടുക്കും. നമ്മൾ പഴയ കാലത്ത് 40 എന്ന് പറയുന്നത് 38 ദിവസമാണ് അത് കാണുന്നത്, ആ ഒരു സമയം യൂട്രസ് തിരിച്ച് ആ സ്റ്റേജിലെത്താൻ. ആ സമയത്തും വല്ലാണ്ട് എക്സസൈസും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില എക്സസൈസുകൾ ചെയ്യണം. ഇപ്പോൾ പെൽവിക് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അങ്ങനെ ഈ ഗുഹ്യഭാഗത്തുള്ള മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അതൊക്കെ ചെയ്യാം. പക്ഷെ മറ്റ് എക്സസൈസുകളിലേക്ക് പോവാതെ, പക്ഷേ അതേസമയം റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലൊക്കെ പോകുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് നമുക്കൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് 6 മാസത്തിന് ശേഷം അപ്പോൾ ഏകദേശം മസിൽ ഉണങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 6 മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിക്കപ്പെടാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇപ്പം സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ OP തന്നെ ഒരുപക്ഷെ സ്ത്രീകൾ കുത്തിച്ചുളർക്കുക, തരിപ്പ്, അങ്ങനത്തെ കുറേ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടല്ലോ. ഇത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലുണ്ടാവുക എന്ന് ഒന്ന് പറഞ്ഞ്, സ്ത്രീകൾക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയാം? സ്ത്രീകൾക്ക് തന്നെ തീർച്ചയായിട്ടും സ്ത്രീകളിലാണ് കൂടുതൽ അങ്ങനെ. അത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഫൈബ്രോമയാൾജിയ എന്നാണ് പണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ അതൊരു വാദവുമായിട്ട് ഒരു കണക്ട് ചെയ്ത് പറയാറുണ്ട്, ഒരു സിറോ നെഗറ്റീവ് സ്പോണ്ടിലോആർത്രൊപ്പതി എന്നൊക്കെയാണ് നമ്മളെ ഭാഷ. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരീരം മൊത്തം വേദന. അവർക്ക് ചിലപ്പോൾ ഷോൾഡറിലാവും വേദന, കാലിൻ്റെ അടിയിൽ തണുപ്പ് കാലം വരുമ്പോൾ അത് കൂടും, കാലിൻ്റെ അടിയിൽ വേദന വരും. പിന്നെ ഈ കയ്യിലേക്ക് ചിലവർക്ക് തരിപ്പ് വരും, പുറത്ത് വേദന വരും. അത് ഈ നട്ടലിനാവില്ല, ഈ ബാക്ക് സൈഡിൽ 2 സൈഡിലായിട്ട് വേദന വരുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ വരും, ചിലർക്ക് മുട്ടുവേദന അങ്ങനെയൊക്കെ വരും. അപ്പം ഈ ഒരു സംഗതി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ട്രെസ്സും എല്ലാം ഇതിന് കണക്റ്റഡ് ആണ്. പിന്നെ രണ്ടാമത് സ്ത്രീകളിൽ ആർത്തവ കാലത്ത് അവർക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ അവർ ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുമ്പം അത് തിരിച്ച് റീപ്ലേനിഷ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാത്ത ആളുകളിൽ അത് കൂടാം. തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ വേദന വരുന്നവരുണ്ട്. പിന്നെ ഈ വേദനകൾ കാരണം തലവേദന അതിൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ട്. വേദന ഒരു തലവേദനയായി മാറും. മസിൽസൊക്കെ പെയിൻ ആകുമ്പോൾ തലവേദനയായിട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക, നല്ല ഉറക്കം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം, അവർ കുറേ നിന്ന് ജോലി ചെയ്യും. അധ്യാപകരെക്കാളും കൂടുതൽ ഒരുപക്ഷെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാൻ അവരോട് പറയും, ആദ്യം അവർ ചിരിക്കും, ഇത് നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യുന്നതും തക്കാളി കട്ട് ചെയ്യുന്നതും ഇരുന്നിട്ടാക്കണം, പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നിൽക്കുക, അതും തന്നെ നിങ്ങൾ ഇങ്ങനെ നടന്ന് കുക്ക് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചിരിക്കും. പക്ഷേ അത് പിന്നെ അവർ ശ്രമിച്ച് നോക്കുന്നവരിൽ അവരെന്നെ വന്ന് പറയും അത് ഫലപ്രാപ്തി കാണുന്നുണ്ടെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലത് മരുന്ന് അത്യാവശ്യമാണ്. ഈ വേദന സഹിച്ചു കഴിഞ്ഞാൽ വേദന കൂടുകയേ ചെയ്യുള്ളൂ, അങ്ങനെ ഉണ്ട്. പലരും വിചാരിക്കുക കുറച്ച് സഹിച്ചാൽ ഇനി ശരിയാവും എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ അത് ബ്രെയിന് കൂടുതലായിട്ട് അതിനെ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മരുന്ന് കൊടുക്കേണ്ട ഘട്ടത്തിൽ മരുന്ന് കൊടുത്ത് കുറച്ചിട്ട് പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് നോക്കുക. നിന്ന് കുറേ സമയം ജോലി ചെയ്യുന്നത് മുട്ടിനെയാണോ അതോ ബാക്ക് പെയിനാണോ കൂടുതൽ വരുന്നത്? രണ്ടും പ്രശ്നം. മുട്ടും പ്രശ്നമാണ്, ബാക്ക് പെയിനും പ്രശ്നമാണ്. മുട്ടായിരിക്കും കൂടുതൽ പ്രയാസമുണ്ടായി, കാരണം നമ്മൾ വെയിറ്റാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് പെയിനേക്കാളും മുട്ടിനാണ് പ്രശ്നം വരും. ബാക്ക് പെയിൻ രണ്ടിനും അഡ്വൈസബിൾ അല്ല നിർത്താം. ബാക്ക് പെയിൻ ഉള്ളവരോടും മുട്ടുവേദന ഉള്ളവരോടും
നമ്മൾ പറയുന്നൊരു സംഗതിയാണ് നിൽക്കരുത് അധികം എന്നുള്ളത്. നടക്കൽ അവർക്കൊരു പ്രയാസമല്ല. അതുപോലെ കയറ്റം കയറുക ഇറങ്ങുക, പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, ഇത് പരമാവധി അവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ സെയിൽസ്മാൻ്റെ ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം നിന്ന് സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? ഒരേ പൊസിഷനിൽ തന്നെ നിന്ന് ചെയ്യുന്ന ആൾക്കാർ നൃത്തം പരമാവധി ഒഴിവാക്കണം. അത് സെയിൽസ്മാൻ ആയാലും ഒരു 4 മണിക്കൂർ നിന്ന് സർജറി ചെയ്യുന്ന സർജനായാലും അധ്യാപകനായാലും നിങ്ങൾ ചിലത് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇരുന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, ഇരുന്ന് സെയിൽസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, നടന്ന് അധ്യാപനം ചെയ്യാനുള്ള സൗകര്യം വേണം, നടന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം വേണം. നടക്കുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. നടക്കൽ ഇതിനൊന്നും ഒരു ദോഷമായിട്ട് പറയുന്നില്ല. വേദനിക്കുന്നുണ്ടെങ്കിൽ വേദന ഒരു പക്ഷേ കൂടി തോന്നിയേക്കാം, പക്ഷേ ഈ പ്രശ്നത്തിന് വഷളാക്കില്ല. നൃത്തം പ്രശ്നം, പ്രത്യേകിച്ച് വെയിറ്റുള്ള ആളുകൾ. ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാവില്ല പല ആളുകളുടെ കാര്യത്തിലും. അവർക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെ അവർ ചിലപ്പം വെയിറ്റ് കുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് വലിയ പ്രയാസമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അവരെ ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അപ്പുറത്ത് വെയിറ്റ് കുറക്കാൻ അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും. അങ്ങനെയൊക്കെ കിട്ടാറ്. ചടഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കും നടന്ന് അവരൊക്കെ ഇടയ്ക്ക് ഞാൻ നടന്ന് പഠിക്കണതാണല്ലോ, അപ്പോൾ അതിന് പിന്നിലൊരു സയൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. തീർച്ചയായിട്ടും അത് ചടഞ്ഞിരുന്ന് പഠിക്കലൊക്കെ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം അങ്ങനെ പഠിത്തത്തിലെ സ്ട്രെസ്സും കൂടി കൂട്ടി കുഴക്കുകയാണെങ്കിൽ അവർക്കത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിന്ന് പോകാൻ തോന്നുക, അങ്ങനെ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വയറുറക്കുക, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം മക്കളെ ഒരു ടേബിളിൻ്റെ തൊട്ട് അടുത്തൊരു കസേരയിട്ട് കസാരയിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്: ശരിക്കും മക്കളെ ഇടയ്ക്കൊന്ന് നടക്കാനും നടന്ന് വായിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് കൂടുതൽ ഇതുപോലത്തെ ഒന്ന് റിലാക്സൊക്കെ ഡോക്ടർ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ സാധ്യതകളുണ്ട്. തീർച്ചയായും ഐ ടി പ്രൊഫഷണൽസ് കുറേ വരാറുണ്ട്. അവരെ പ്രശ്നം ഇങ്ങനെ ഇരുത്തം, അവർക്ക് എണീക്കാൻ പറ്റില്ല. കാരണം അവരെ കോൺസെൻട്രേഷൻ അവരെ ജോലിയിലാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ബോധം ഇങ്ങനെ പോകും, ഇത് എണീറ്റ് നടക്കണം എന്നൊക്കെ ഉള്ളത്. മറ്റേത് പഠിക്കുന്നവർ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ അവർക്കൊരു ഇത് വരും. അവർ ഇരിക്കുന്ന പോസ്ചർ കറക്റ്റ് ചെയ്യണം, ഇടയ്ക്കൊന്ന് നടക്കണം, അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് നമ്മൾ. ഡോക്ടർ നേരത്തെ സ്ത്രീകളോട്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് പറഞ്ഞു, ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന ചില ജോലികളെങ്കിലും ഇരുന്ന് ചെയ്യുക, ബാക്കിയുള്ളത് നിന്ന് ചെയ്യാം, കുറച്ചൊക്കെ ഇടയ്ക്കൊരു നടത്തം അങ്ങനെ ശീലാക്കണം നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പലരും എന്താ ചെയ്യുക, ഈ നടക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെറിയൊരു സ്പേസിൽ തന്നെ എല്ലാം കൂടി ഒതുക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കാണാറുള്ളത്. അടുക്കളകളെ ചുരുക്കുന്ന ഒരു സിസ്റ്റമാണ് കാണുക. എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് വിശാലമായൊരു അടുക്കള വേറെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ജോലിക്കിടയിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നല്ലതാണെന്നാണ് ഡോക്ടർ അഭിപ്രായം. മൂവ്മെൻറ്റ് നല്ലതാണ്. പക്ഷേ ഈ നൃത്തം ഒഴിവാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂവ്മെൻറ്റിൽ കുഴപ്പമൊന്നുമില്ല, അവരെ ആരോഗ്യം വെച്ച് അവർക്ക് മൂവ് ചെയ്യുക, കുഴപ്പമില്ല. ഈ നൃത്തമാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. സ്ത്രീകൾ അടുക്കളയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം വീട്ടിലെ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റേജ്. എല്ലാവരും പറയും ഭക്ഷണം കളയരുത്, ഒരുപാട് പേര് പട്ടിണി എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ബാക്കിയായ ഭക്ഷണം ആരാണ് കഴിക്കുന്നത്? അത് പിറ്റത്തെ ദിവസം രാവിലെ സ്ത്രീകളാണ് കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് എന്താ പറയുക, അവർ ആ വീടിൻ്റെ റാണിയാണെന്നോ എന്ത് പറഞ്ഞാലും ശരി, അവരാ ലീഡർഷിപ്പിലേക്ക് വരണം. അതായത് വീട്ടിൽ 10 പത്തിരി ബാക്കിയായാൽ ആ 10 പത്തിരി അവർ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ തടി കൂടിയെന്നോ അല്ലെങ്കിൽ എനിക്ക് ഷുഗർ വന്നെന്നൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അപ്പം അതൊക്കെ വലിയ സ്ട്രെസ്സാണ്. ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ച് 10 ആളെ വിളിച്ചു, 5 പേരെ വന്നുള്ളൂ, ബാക്കി 5 പേരെ ഭക്ഷണം ബാക്കിയായി, ആരെ കഴിക്കുക? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരെ സ്ട്രെസ് ലെവലും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അവർ രാത്രി ഉറങ്ങുന്നത് ഒക്കെ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല ഉറക്കത്തിൻ്റെ, അങ്ങനെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതെല്ലാം ഈ സ്ത്രീകളെ വേദനകൾ ഒരുപാടായിട്ട് കൂട്ടുന്നുണ്ട്.
പുതുതലമുറ പൊതുവെ എപ്പോഴും ജോലി, അതുപോലെ തന്നെ ബിസി ലൈഫാണ്. ജോലി, അതേപോലെ തന്നെ അവരുടെ പിന്നെ നിത്യകർമ്മങ്ങൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ടിട്ട് ബിസി ആയിട്ടുള്ള ഓട്ടാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് ഇത്തരം വേദനകൾ വരാതിരിക്കാൻ എന്ത് ഗൈഡ് ലൈൻസാണ് കൊടുക്കാനുള്ളത്? പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും സ്ക്രീൻ ടൈം ആയിരിക്കും അവരെ ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഈ മൈഗ്രെയിൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് രാത്രി നേരത്തെ ഉറങ്ങണം, സ്ക്രീൻ ടൈം കുറക്കണം, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഫോൺ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റെങ്കിലും ഒഴിവാക്കണം. ബ്ലൂ ലൈറ്റാണ് അതിലൊരു വലിയ വില്ലനായിട്ട്. അത് പറയുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല എന്ന് പറയാം. അപ്പോൾ എന്താ പറ്റാതെ, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവരത് കേൾക്കാൻ. കാരണം അവരെ ഇൻഫർമേഷൻ ഗ്യാതറിങ് ഫുള്ള് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന റീൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ചിരിക്കും, പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവില്ല ഇവർ ലോകവിവരം കിട്ടുന്നത് ഇവർക്ക് ഇതിൽ നിന്നാണ്. അപ്പോൾ അവർക്കത് ഒരുപക്ഷെ ലോകത്ത് വിപ്ലവം നടക്കുന്നവരെ ചിലപ്പോൾ റീൽസുമായിട്ടായിരിക്കാം. അപ്പം ചിലപ്പോൾ അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം അവർ അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കി കുറക്കണം. രണ്ടാമത് അവർ പൊസിഷനിങ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ സ്ക്രീൻ ടൈം, അപ്പം നമ്മളാണെങ്കിലും ഫോൺ നോക്കാൻ നമുക്കൊരു പ്രത്യേക പൊസിഷനില്ല. നമ്മളിങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ അതിന് പുതിയ പദങ്ങൾ വരെ വന്നു തുടങ്ങി, അങ്ങനെ കഴുത്ത് വെച്ചിട്ട് വേദന വരുന്നതിന്. അപ്പം അത് പൊസിഷനിങ് കറക്റ്റ് ആവണം. അതായത് ഇങ്ങനെ വല്ലാണ്ട് തല കുനിച്ചിട്ടോ തല പൊക്കി നോക്കിയിട്ടോ അങ്ങനെ തല നോർമൽ രീതിയിൽ നിലനിർത്തിയും കൊണ്ട് തന്നെ അവർ ഉപയോഗിക്കാൻ നോക്കുക എന്നുള്ള. IT പ്രൊഫഷണൽസ് നേരത്തെ പറഞ്ഞ പോലെ അവരും ഈ ഒരു പ്രശ്നം വല്ലാതെ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ഈ മോണിറ്റർ അവരെ ഈ കണ്ണിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലിൽ നിലനിർത്താൻ ഒക്കെ നമ്മൾ പറയുമ്പോഴാണ് പലർക്കും അത് പറ്റുന്നില്ല. ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ ചിരിച്ച് വെച്ച് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കുറേ സമയം കുനിഞ്ഞിരുന്ന് നോക്കുന്നൊക്കെ പ്രയാസങ്ങൾ അവർ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമ്മളിപ്പം വൃദ്ധരായ ആളുകളിൽ നിന്ന് തുടങ്ങി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പുതുതലമുറയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. ഏതായാലും കുറഞ്ഞ സമയമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ജസാക്കല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ഹബിലെ ഇൻവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം 2 എപ്പിസോഡുകളിലൂടെയായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജസാക്കല്ലാഹു ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.